ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനും BJPക്കും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ ഇലക്ഷൻ. കാരണം വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നടപ്പിലാക്കുകയും പിന്നീട് ബീഹാറിൽ വോട്ട് ചോരിക്കെതിരെ വലിയ യാത്ര സംഘടിപ്പിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചോരി അതിനെ ജനങ്ങൾ പരാജയപ്പെട്ടാൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞതായി BJP ആരോപിക്കും. BJP സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് കേന്ദ്ര ഭരണത്തെ ബാധിക്കും. നിതീഷ് കുമാറിന് തോൽവി ഉണ്ടായാൽ അദ്ദേഹം സ്വാഭാവികമായി തന്നെ മറുകണ്ഠം ചാടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ MPമാരും BJP വിട്ടു പോകേണ്ട അവസ്ഥയാവും. പിന്നീട് അത് കേന്ദ്ര ഭരണത്തിനും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് രണ്ട് പാർട്ടികളും വളരെ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേർക്കും ഈ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ്. പക്ഷേ അവിടെ ആദ്യ തിരിച്ചടി ഏറ്റിരിക്കുന്നത് കോൺഗ്രസിനാണ്, ഇന്ത്യ മുന്നണിക്കാണ്, മഹാസഖ്യത്തിനാണ്. ആ സഖ്യത്തിൽ നിന്നും JMM ജാർഖണ്ഡ് മുക്തി മോർച്ച ജാർഖണ്ഡിൽ നിന്നും അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്ന പാർട്ടി, കോൺഗ്രസുമായി ചേർന്ന് ഭരണം നടത്തുന്ന പാർട്ടി ബീഹാറിൽ നിന്നും ഈ സഖ്യത്തിൽ നിന്നും പുറത്തുപോയി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെയുള്ള പ്രധാന കക്ഷിയായ RJDയോട് മത്സരിക്കാൻ 12 സീറ്റ് ആവശ്യപ്പെടുകയും അവസാനം 6 സീറ്റെങ്കിലും തരണമെന്നാവശ്യപ്പെട്ടു. അതിന് തയ്യാറാകാത്ത പാർട്ടി 2 സീറ്റുകൾ മാത്രമാണ് RJDക്ക് നൽകാമെന്നേറ്റത്. JMM ആദിവാസി സമൂഹത്തിന് പിന്നിൽ, അതോടൊപ്പം തന്നെ പിന്നോക്ക സമുദായത്തിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി മഹാസഖ്യം വിട്ടുപോകുന്നത് ബീഹാറിൽ വലിയ തിരിച്ചടിയായിരിക്കും രാഹുൽ ഗാന്ധിക്ക് വരുത്തിവെക്കുക. രാഹുൽ ഗാന്ധി എന്തായാലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മൗനം പാലിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജാമ്യം എടുത്തിട്ടുണ്ടല്ലോ. ബീഹാറിൽ തോറ്റാൽ പറയാം ഇത് വോട്ട് ചോരി കൊണ്ടാണ് തോറ്റത്, വോട്ടിൽ വെട്ടിപ്പ് നടന്നത് കൊണ്ടാണ് തങ്ങൾ തോറ്റതായി അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാം. ഇതിനു മുൻപും 2 ദിവസം മുൻപ് അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ സീറ്റ് 5 കോടിക്ക് വിറ്റു എന്നാരോപിച്ച് അവിടുത്തെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ പട്ന വിമാനത്താവളത്തിന് സമീപം വെച്ച് കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ തർക്കം രൂക്ഷമാവുകയും ഈ പാർട്ടി മത്സരത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ വോട്ട് വിഭജിക്കപ്പെടുകയാണ്. BJPക്ക് വലിയ ഗുണകരമായ രീതിയിലേക്കാണ് ബീഹാർ രാഷ്ട്രീയം പോകുന്നത്. ഒരു ഭാഗത്ത് JDUവും BJPയും LJPയും ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയും അടക്കമുള്ളവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ നാം മറുപക്ഷത്തേക്ക് നോക്കൂ, വലിയ തമ്മിലടിയാണ്. തുടക്കം ഈ RJDയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അതിനുള്ള കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിലധികം മത്സരിച്ച പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലും 70 സീറ്റ് ആവശ്യപ്പെട്ടു. പക്ഷെ അത് കൊടുക്കാൻ ഒരു കാലത്തും RJD തയ്യാറാകാത്തതിന് കാരണം ഈ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പാണ്. കഴിഞ്ഞ തവണ 70ലധികം സീറ്റുകൾ അടിവച്ച് തല്ലുകൂടി വാങ്ങി പിന്നീട് സംഭവിച്ചത് എല്ലാ സീറ്റുകളെയും പരാജയപ്പെട്ടു. ആകെ വിജയിച്ചത് 19 സീറ്റ് മാത്രമായി ചുരുങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി കസേര നഷ്ടമാകുന്നത്. അപ്പോൾ വീണ്ടും ഒരു പരാജയത്തിലേക്ക് പോകാൻ, അറിഞ്ഞുകൊണ്ടൊരു പരാജയത്തിലേക്ക് പോകാൻ RJD തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ സീറ്റിൻ്റെ എണ്ണം വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. വെട്ടിച്ചുരുക്കുന്നത് മാത്രമല്ലല്ലോ, ഇപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള JMMന് ഉൾപ്പെടെ സീറ്റ് നൽകാനും അവർ തയ്യാറല്ല. അവർക്ക് ആദ്യം 2 സീറ്റ് നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ JMMനെ പോലെ ആദിവാസികൾക്കിടയിൽ സ്വാധീനമുള്ള ജാർഖണ്ഡിൽ ഭരണം നടത്തുന്ന ഒരു പാർട്ടിക്ക് 2 സീറ്റല്ല അർഹിച്ചത്. അവർക്ക് 4-5 സീറ്റുകൾ നൽകാമായിരുന്നു, അവരെ കൂടെ നിർത്താമായിരുന്നു. ഈ കൂടെ നിൽക്കാതെ തമ്മിലടിച്ച് കാലുവാരുന്നത് കൊണ്ടാണ് കോൺഗ്രസിനും അതിൻ്റെ ഘടകകക്ഷികൾക്കും പരാജയമുണ്ടാകുന്നത്. പക്ഷേ ഇവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവിടെ വിജയങ്ങൾ കൊയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ അവിടെ വിജയമുണ്ടായി, ജാർഖണ്ഡിൽ വിജയമുണ്ടായി, കർണാടകയിൽ വിജയമുണ്ടായി. ആ വിജയം ഇനി ആവർത്തിക്കില്ല. കാരണം അവിടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിൽ, DK ശിവകുമാർ സിദ്ധരാമയ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രൂക്ഷമായ ഘട്ടത്തിൽ സ്വാഭാവികമായി അവിടെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ JDSന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. തെലങ്കാന പരിശോധിച്ചു, അവിടെ സംഘടനാ സംവിധാനം കൊണ്ടാണ് ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനത്തിന് ശേഷം വലിയ രീതിയിൽ തകർന്നറിഞ്ഞ പാർട്ടിയെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും അവിടെ ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അവർക്ക് വിജയം കൊയ്തു.
അങ്ങനെ എന്തുകൊണ്ട് ബീഹാറിൽ അവർക്ക് ഒറ്റക്കെട്ടായി മത്സരിക്കാൻ കഴിയുന്നില്ല? കോൺഗ്രസിനാണ് വിട്ടുവീഴ്ച ചെയ്യാൻ വളരെ സാധ്യതയുള്ളത്, പക്ഷെ അവർ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം ഈ പാർട്ടി ഓരോ ദിവസം ചെല്ലുന്തോറും തകരുകയാണ്. അത് തിരിച്ചറിയാതെ തങ്ങളെന്തോ വലിയേട്ടനാണ്, ആ വലിയേട്ടന് കൂടുതൽ സീറ്റ് വേണമെന്ന മനോഭാവവുമായി മുന്നോട്ട് പോകുന്നതിലെ ഈ തകർച്ചയ്ക്ക് കാരണം. ഇനി ഈ പാർട്ടി എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? ഇപ്പോൾ ഗുജറാത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ അല്ലെങ്കിൽ AAP വളർന്ന് പന്തലിക്കുകയാണ്. അതിനെ തടയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഭാവിയിലും തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ തോറ്റതിന് ശേഷം അവിടെ 3 മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ ആളെത്തി. അവിടെ ഒരു വീട്ടിൽ 80 വോട്ടുണ്ട്, അതോടൊപ്പം തന്നെ കള്ള വോട്ടുണ്ട്, വോട്ടർ പട്ടികയിൽ അധിക പേരുകൾ ചേർത്തു, ഇരട്ട വോട്ടുണ്ട്. അങ്ങനെ 100 കാരണങ്ങൾ കണ്ടെത്താനുള്ള അവസരമുണ്ട് നിലവിൽ. ആ കാരണം മാത്രം കണ്ടെത്തി മുന്നോട്ട് പോകാനാണോ കോൺഗ്രസിൻ്റെ തീരുമാനം, അതോ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് വിജയം കൊയ്യാനാണോ? പ്രത്യേകിച്ച് ബീഹാറിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നില്ല? രാഹുൽ ഗാന്ധി അവിടെ കൃത്യമായി പ്രചരണം നയിക്കുന്നില്ല. അദ്ദേഹം ഒരു പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനെ പോലെ ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിക്കുന്നു, ബീഹാറിലെത്തി ഈ ഒരു ജാഥ നയിക്കുന്നു, പിന്നാലെ അദ്ദേഹം നാടുവിടുന്നു. പിന്നീട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലാണ്. മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അവിടെ നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ളവർ JDUമായി പ്രതിസന്ധി ഉണ്ടെന്ന് അറിഞ്ഞതിന് പിന്നാലെ തന്നെ അവിടെ ഓടിയെത്തുകയാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്, വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്, അവിടെ വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീകളുടെ വോട്ടിന് വേണ്ടി 62,000 കോടി രൂപയിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് അവരുടെ അക്കൗണ്ടിൽ പൈസ നൽകുകയല്ലേ. അങ്ങനെ യുവാക്കളുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും വോട്ട് വാങ്ങി വിജയിക്കാൻ തയ്യാറെടുക്കുന്ന പാർട്ടിയുമായി ഏറ്റുമുട്ടുന്നതോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തമ്മിലടി രൂക്ഷമായ, സീറ്റ് വിഭജനം കൃത്യമായി നടക്കാത്ത, ഈ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് കൃത്യമായ സീറ്റ് നൽകാത്ത ഒരു പാർട്ടിയായി മാറുമ്പോൾ സ്വാഭാവികമായി അവിടെ തോൽവി സംഭവിക്കും. ആ തോൽവി തന്നെയാണ് 2014 മുതൽ നാം കാണുന്നത്. ഒരു നേതൃത്വമില്ല. ഏതെങ്കിലും യുവാക്കൾ വളർന്നു വരികയാണെങ്കിൽ അവരെ ചവിട്ടിത്താക്കും. അത് ദേശീയ നേതൃത്വത്തിൽ നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലും കാണുകയാണ്. അബിൻ വർക്കി എന്ന മികച്ച നേതാവിനെ ചവിട്ടി താഴ്ത്തിയില്ലേ? അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നാം ഒരു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അന്ന് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് വാങ്ങിയത് രാഹുൽ മാങ്കൂട്ടമാണ്. രണ്ടാമത് വാങ്ങിയത് 1 ലക്ഷത്തിലധികം വോട്ട് വാങ്ങിയത് അബിൻ വർക്കി. 10,000 വോട്ട് വാങ്ങിയ നിലവിലെ പ്രസിഡന്റ്, 10,000 വോട്ട് വാങ്ങിയ ആളെ പിടിച്ചിപ്പോൾ പ്രസിഡന്റാക്കി വെച്ചിരിക്കുകയാണ്. 1 ലക്ഷം നേടിയ ആളെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അബിൻ വർക്കി രംഗത്ത് വന്നത്. ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നില്ലേ? അതോടൊപ്പം തന്നെ കെ മുരളീധരൻ രംഗത്ത് വന്നില്ലേ? ഏതെങ്കിലും നേതാക്കൾ വളർന്നു വരാൻ ജനകീയ മുഖമായി മാറുന്നു എന്ന തോന്നലുണ്ടായാൽ അവരെ ചവിട്ടി പുറത്താക്കുക, അവരെ പരിഗണിക്കാതിരിക്കുക. അതിപ്പോൾ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ ഒരു അജണ്ടയായി മാറിയിട്ടുണ്ട്. അത് ദേശീയ തലത്തിലുണ്ടായിരുന്നു, കേരളത്തിൽ നടക്കുന്നു, അത് ബീഹാറിൽ നടക്കുന്നു. പാർട്ടികളെ പരിഗണിക്കുന്നില്ല, നേതാക്കളെ പരിഗണിക്കുന്നില്ല. സ്വാഭാവികമായും പരാജയം രുചിക്കേണ്ടി വരും. വോട്ടെണ്ണൽ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ബീഹാർ പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്ന വലിയ ദുരന്തമായിരിക്കും. അത് ആസാമിലും തമിഴ്നാട്ടിലും ബംഗാളിലും കേരളത്തിലും ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടും. ബീഹാറിലെ വിജയം ചൂണ്ടിക്കാട്ടി BJPക്ക് അതൊരു വലിയ ഊർജമാകും. കേന്ദ്ര സർക്കാരിന് ഊർജമാണ്. അവർക്ക് സ്വസ്ഥമായി ഭരിക്കാം. അല്ലെങ്കിൽ നിതീഷ് കുമാർ ഒരു തലവേദനയായി മാറും. അവിടെ ബീഹാറിൽ BJP വിജയിച്ച്, JDU വിജയിച്ച് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ, JDUവിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായി കുറച്ചു നാളത്തേക്ക് നിതീഷ് കുമാറിൻ്റെ ഒരു ശല്യമുണ്ടാകില്ല. അദ്ദേഹം മറുകണ്ഠം ചാടില്ല. മറിച്ച് പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് BJPയെ പ്രതിസന്ധിയിലാക്കും. ആ പ്രതിസന്ധി മുതലെടുക്കുവാൻ വേണ്ടി BJPയെ തറപറ്റിക്കാനുള്ള ഒരു അവസരം മുൻപിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ തമ്മിലടി. ഈ തമ്മിലടി കൊണ്ടാണല്ലോ 2014-ലും 2019-ലും 2024-ലും കോൺഗ്രസ് പരാജയപ്പെട്ടത്. എല്ലാ നേതാക്കൾക്കും പാർട്ടി താല്പര്യമില്ല, സ്വന്തം താല്പര്യം മാത്രമാണ്. അണികളോടൊപ്പം നിൽക്കില്ല, സ്വന്തം വീട്ടുകാരോടൊപ്പം നിൽക്കും. അതോടൊപ്പം തന്നെ അനാവശ്യമായ കേസുകൾ, തന്ത്രങ്ങൾ മെനയുന്നില്ല. ദയനീയമായി തന്നെ ഇലക്ഷന് മുൻപ് തന്നെ അവർ പരാജയപ്പെടാനുള്ള ശ്രമങ്ങൾ കാണിക്കുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആ പാർട്ടിയെ വലിയ രീതിയിലാണ് തിരിച്ചടി ഏൽക്കാൻ പോകുന്നത്.
ബീഹാറിലെ തോൽവി കേരളത്തെ ഉൾപ്പെടെ ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.